ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ ഓട്ടം ഇന്ന് നേരത്തെ ഇറങ്ങി 9:15 ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ 49 എപ്പോഴും പറയുന്ന പോലെ യൂബറിന് കൊടുക്കാനുള്ള എമൗണ്ടാണ്, യൂബറിൻ്റെ പ്ലാറ്റ്ഫോം ഫീ. കുറേ പേര് സൗണ്ട് വോയിസ് കുറവാന്നൊക്കെ പറയുന്നുണ്ട്, മൈക്കില്ലാത്തത് കാരണമാണ്. അപ്പോൾ കുറച്ചുകൂടെ സൗണ്ടിൽ ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. യൂബർ ഓൺ ആക്കട്ടെ. അതേപോലെ നമുക്ക് റാപ്പിഡോവും കൂടെ ഓൺ ചെയ്യാം. അപ്പോൾ റാപ്പിഡോവും കൂടെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതിലാണ് നമുക്ക് ആദ്യം ട്രിപ്പ് വരുന്നത് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 8-10-11 കിലോമീറ്റർ 214, അതൊന്നും വേണ്ട. 11 കിലോമീറ്റർ 214, 20 റുപ്യ എടുക്കണോ? വേണ്ടല്ലേ? വേണ്ട. ഇങ്ങനെ ഡൗട്ട് അടിച്ച് തന്നാൽ കിട്ടുക. 11 കിലോമീറ്റർ 214 കുഴപ്പമില്ലായിരുന്നല്ലേ? പോയത് പറഞ്ഞിട്ട് അറിയില്ല. നമുക്ക് അടുത്ത ട്രിപ്പ്, ഫസ്റ്റ് ട്രിപ്പ് എന്തായാലും കിട്ടിയില്ല. ഇനി അടുത്ത ട്രിപ്പ് നോക്കാം. ഇവിടെ സൈഡാക്കാം. ആ ട്രിപ്പ് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അത് വേറെ ആരും എടുത്ത്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി വേറെ വരട്ടെ. അപ്പോൾ ഇതുവരെ ആയിട്ട് യൂബറിൽ നമുക്ക് ഓട്ടോ ഒന്നും വന്നിട്ടില്ല. 7 കിലോമീറ്റർ 157 എടുക്കാം ഓട്ട്. അത് നമുക്ക് ഇതിലാണ് വന്നത്, റാപ്പിഡോയിലാണ് വന്നത്. ആളാരാ? ഷാനിദ്. ഗോ ടു പിക്കപ്പ്. 1 കിലോമീറ്റർ ഉണ്ട്, എന്തായാലും പോയിട്ട് എടുത്ത് തരാം. ഓക്കെ. അപ്പോൾ റാപ്പിഡോയിൽ എന്തായാലും ട്രിപ്പ് അടിച്ച്, യൂബറിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിൽ പണിയാവും. അതങ്ങ് ഓഫ് ചെയ്തിടാം. യൂബർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാപ്പിഡോ വെച്ച് പോവാം. ഈ കസ്റ്റമർ അവിടെ നിന്ന് ക്യാൻസൽ ആക്കുമോ? പോയി നോക്കാം. എന്തായാലും പിക്കപ്പ് 1 കിലോമീറ്റർ. ഓക്കെ, പോയി നോക്കാം. തൽക്കാലം നമ്മൾ ഫോൺ ഇങ്ങനെ ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല. ചെറിയ ഒരു കുലുക്കമൊക്കെ വരുമ്പോൾ എന്തായാലും നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. റോഡിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി തൽക്കാലം സാധാ ഒരു സ്റ്റാൻഡാണ്, നമ്മൾ ടേബിളിലൊക്കെ വെക്കുന്നില്ല, അത് വെച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം ഓക്കെ. ഈ 50 വരുമ്പോൾ എന്തായാലും തെറിച്ചു പോകും. കുഴപ്പമില്ല. കസ്റ്റമർ ഇവിടെ എവിടെയോ ഉണ്ട്. കസ്റ്റമർ നമുക്ക് പിക്ക് ചെയ്യാം. ചെറിയ കുഴികളൊന്നും വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കാരണം സ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലായി, സാധാ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെച്ചെന്നുള്ളു. അത് നല്ലൊരു കുലുക്കമൊക്കെ വരുമ്പോൾ അത് എന്തായാലും ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ റോഡിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി മാത്രം പോയി. അപ്പോൾ നമ്മൾ ആ ഒരു കസ്റ്റമർ ഇറക്കിയിട്ടുണ്ട്. റാപ്പിഡോ 200 സംതിങ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ 187 അവിടുത്തെ ഇപ്പോൾ കാണിച്ച കസ്റ്റമർ ഇറക്കിയപ്പോൾ. എന്തായാലും റാപ്പിഡോ ചാമ്പി. ഇനിയിപ്പോൾ യൂബറും കൂടെ ഓണാക്കിയിട്ടുണ്ട്. യൂബറിൽ ഇതുവരെ ഓട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നോക്കാം, വേറെ ഏതൊരു ഓട്ടോ വരുമോയെന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ആയിട്ടും നമുക്ക് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ആ ഒരു ഫസ്റ്റ് ഇറക്കിയ ഒരു ട്രിപ്പ് മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ കാക്കനാട് ഇങ്ങനെ നിന്നിട്ടല്ല, യൂബറിൽ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. 49 തന്നെയുള്ള യൂബറിന് ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. പൈസ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഒരു 12 റുപ്യ കൊടുക്കാനുണ്ട്. അത് ചിലപ്പോൾ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. അതും കൊടുത്തല്ലേ 12 നമുക്ക് വേണ്ട. യൂബറിന് കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ട്രിപ്പ് വരുമെന്ന് നോക്കാം. അവിടെ നിർത്തിയപ്പോഴേക്ക് പിറകിൽ നിന്ന് അങ്ങനെ ഒരേ ഓണടി ഒരു കാറുകാരെ. അപ്പോൾ യൂബറിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്.
ഫുള്ള് ക്ലിയറാക്കി. ഇനി ഓട്ടം തായൂബറ ഫുള്ള് ക്ലിയറാക്കി. ഇനി നോക്കാം. അപ്പോൾ ഇവിടെ നിന്നൊന്നും എന്തായാലും ട്രിപ്പ് അടിയുന്നില്ല. കുറച്ച് അങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിന്ന് നോക്കാം. കാരണം ഇവിടെ ഓൾറെഡി കുറേ ടാക്സികളൊക്കെ കാണുന്നുണ്ട്. അങ്ങ് ഇവിടെയൊക്കെ ടാക്സികൾ എവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ട ഇത് പിന്നെ നമ്മളെ ബാധിക്കില്ല, ഇത് വലിയ വണ്ടിയാണ്. അപ്പോൾ കുറച്ച് മാറി അവിടെ ആരും ഇല്ല, അവിടെയൊക്കെ ഉണ്ട് ടാക്സികൾ. 10 കിലോമീറ്റർ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇതെന്തായാലും കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ വൈകിപ്പോയി. വീഡിയോ എടുക്കലും ട്രിപ്പ് എടുക്കലും ഒപ്പരം നടക്കൂല. ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കാം. ട്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് എവിടെയെങ്കിലും മാറി നോക്കാം. വീഡിയോ കറക്റ്റ് കിട്ടുമോയെന്നറിയില്ല. നമ്മൾ റണ്ണിങ്ങിലുള്ളത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റാൻഡിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ പതിയെ പോവാം. ഇതിപ്പോൾ കാക്കനാടാണുള്ളത്. കാക്കനാട് ഇവിടെ ഒക്കെ ടാക്സികളുണ്ട്. നിങ്ങൾ വെറുതെ അല്ല ഇവിടെ നിന്നൊന്നും അടിയാത്ത. ഇവിടുന്ന് നമുക്ക് വല്ല രക്ഷപ്പെട്ട് അപ്പുറം പോയാലോ. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് യൂ ടേൺ അടിച്ച് ഇനി നമുക്ക് വീണ്ടും കാക്കനാടുന്ന് എസ്കേപ്പ് ആക്കാം. കാരണം നിങ്ങൾ ഈ റോഡ് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടികൾ, ടാക്സി വണ്ടികൾ ഇഷ്ടം പോലെ. ഇവിടെ ഇതൊരു സ്വിഫ്റ്റ് ഇതാ, ഇവിടെ അപ്പുറം ഒരു വാഗനാറുണ്ട്, അപ്പുറം ഒരു നായ്ക്കൂർക്കനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട വണ്ടികളുണ്ട്. ഇവിടെ ഈ പാർക്കിങ് ചെയ്യുന്നതിനെ പറ്റി ആരോ ഒരു വീഡിയോ ഇട്ടാണ്ട്. അത് ശരിക്കും അത് ഉള്ള പാർക്കിങ് ഉണ്ടായിരുന്നു. ആരോ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ഇതുണ്ടാവുമേ, ക്യാമറ ഒന്ന് കറക്റ്റ് നിന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാക്കനാടുന്ന് എസ്കേപ്പ് ആയിട്ട് നേരെ അപ്പുറം പിടിക്കട്ടെ. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കുറേ പേര് പറയുന്നുണ്ട്, ബ്രോ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യും, റണ്ണിങ്ങിലുള്ള വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നു. റണ്ണിങ്ങിലുള്ള വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ല കഷ്ടപ്പാടാണ്. അതിൻ്റെ കൂടെ ഓർഡർ നോക്കണം, റണ്ണിങ്ങിലുള്ള വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ അതുപോലെ യൂബർ അടിക്കുന്നത് നോക്കണം. അതെന്തോ CNG എന്തോ. അപ്പോൾ നമ്മളിപ്പോൾ കാക്കനാടുന്ന് ഈ ഒരു ബ്ലോക്ക് അധികം കാക്കനാട് ബ്ലോക്കുള്ള സ്ഥലം. ഇപ്പോൾ രാത്രി എടുക്കുന്നതുകൊണ്ടാണ് ഈ ഏരിയയിൽ. പകലൊക്കെ ഇതിലേ പോകുന്നവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടെന്ന്. ഫുള്ള് കുണ്ടും കുഴിയും ബ്ലോക്കും കാര്യങ്ങളുമാണ്. ഓക്കെ, കാക്കനാട് ഏരിയയിൽ ഇതിലെ രാവിലെ ഒന്ന് ഇവിടുന്ന് അപ്പുറം എത്തണമെങ്കിൽ ചുരുങ്ങിയ ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും. ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത്. ഇപ്പം നമ്മളിങ്ങനെ സുഖകരമായിട്ട് പോകുന്ന നോക്കണ്ട, കാര്യമായിട്ട്. രാത്രി ഓടുമ്പോഴുള്ള സുഖം അതാണ്, നല്ല കാലി റോഡിലോട്ടേ പോവാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി ഓടുന്ന സുഖം വേറെ. ഒരു റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കാണുന്നില്ലേ, 8 കിലോമീറ്റർ നോക്കി. അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാം. പടമുകളിൽ നിന്നാണ്. നമുക്ക് നോക്കി നോക്കാം എത്ര കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടെന്ന്. ഓക്കെ, റാപ്പിഡോയിൽ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂബർ ഓഫ് ചെയ്യണം. റാപ്പിഡോയിൽ ട്രിപ്പ് കിട്ടി നമുക്ക്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ യൂബർ ഓഫ് ചെയ്ത്, അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ റാപ്പിഡോയിൽ കസ്റ്റമറോട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട്. ഓ വള്ളി, ഇതിപ്പോൾ കാക്കനാടുന്ന് വന്നിട്ട് തിരിച്ച് പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ യൂ ടേൺ അടിച്ചിട്ട് 1 കിലോമീറ്റർ. ആദ്യം ആരാ നോക്കട്ടെ കസ്റ്റമർ. അരുൺ ഐ ആം ഓൺ മൈ വേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. കാരണം നൈറ്റിൽ അതാ ഈ യൂബറിൻ്റെ ഒക്കെ പ്രശ്നം അതാണ്. അവിടെ എത്രയോ വണ്ടി ഞാൻ ഇപ്പം കാണിച്ചാന്നില്ലേ.
അതൊന്നും അവർക്കൊന്നും ഓട്ടം കൊടുക്കാണ്ട് ഇനി 1 കിലോമീറ്റർ ഇപ്പുറമല്ല അങ്ങെങ്ങാനും പോകാനുള്ള എനിക്ക് ഓട്ടം തന്നിന്. അപ്പോൾ കസ്റ്റമർ പിക്ക് ചെയ്തിട്ട് കാണാം. എന്താ സംഭവം എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർഡർ അടിച്ചത്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ യൂ ടേൺ അടിച്ച് ഇനി അങ്ങേ തറ്റത്ത് പോയിട്ട് അവിടുന്ന് കറങ്ങി വന്നിട്ട് വേണം എന്താ ചെയ്യാൻ അവിടെ കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകാൻ. എനിക്ക് ആ ഓർഡർ അടിച്ച ടൈം തന്നെ ഞാൻ എന്താ ചെയ്യുക റിവേഴ്സ് എടുത്തിട്ട് നേരെ ഇതിലേ അങ്ങ് പോയിട്ടുണ്ട്. അത്രയും നല്ല ഇനിയിപ്പോൾ അങ്ങ് പോകണ്ട, ഇവിടെ ഒരു വഴി ഉണ്ടെന്ന് തോന്നുന്നു, ഇതിലേ പോവാം. ഈ റോട്ടിനാണ് നമ്മൾ അങ്ങ് പോയിട്ട് വളഞ്ഞു വരേണ്ടത്. ഇതിലേ അങ്ങ് കയറാം. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഈ ബൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേ അങ്ങ് കയറി പോകാൻ തോന്നും. നമ്മൾ ഏകദേശം കസ്റ്റമർ പിക്കപ്പ് ലൊക്കേഷനിൽ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കസ്റ്റമറെ പിക്ക് ചെയ്യാം, എന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കസ്റ്റമറെ ഇറക്കിയത്. ഇന്നിപ്പോൾ റാപ്പിഡോനാണ് ട്രിപ്പ്. ഈ ട്രിപ്പ് 200 കിട്ടിയത് കസ്റ്റമറെ. അപ്പോൾ കാക്കനാടുന്ന് നമ്മുടെ KSRTC സ്റ്റാൻഡ് സൗത്തിലുള്ള, അപ്പോൾ അവിടെ ഇറക്കിയിട്ടുണ്ട്. റാപ്പിഡോയിൽ ഇപ്പോൾ 386 യൂബറിൽ ഇതുവരെ ഒരു ഓട്ടവും അടിച്ചില്ല. യൂബറിന് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ആ കസ്റ്റമർ അവിടെ ഇങ്ങനെ ഇറക്കി. പിന്നെ ഇതിപ്പോൾ നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡില്ല, ആ ഒരു റോഡിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ആ റോഡിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. യൂബർ ഇപ്പോഴും കൊടുക്കാനുള്ള പൈസയും എൻ്റെ 49 താഴെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഓട്ടം തരുന്നില്ല, പൈസ അങ്ങോട്ട് കൊടുക്കണം. ഓട്ടം എന്താ എന്നാ പൈസ തരാം 49. നല്ലൊരു വലിയൊരു ഓട്ടം എന്താ അല്ലേ? അപ്പം നോക്കാം നമുക്ക്. യൂബറിലോ റാപ്പിഡോയിലോ ഓട്ടോ ഒന്നും അടിച്ചില്ല. നമ്മളിപ്പോൾ MG റോഡ് ഷേണായിസിൻ്റെ അതിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഓട്ടോ ഒന്നും അടിച്ചില്ല. ഊബർ ഇത്ര നേരമായിട്ട് ഇപ്പോൾ ഒരു അടി നിന്ന് 100 രൂപേൻ്റെ ഒരു ഓട്ടോ 4 കിലോമീറ്റർ അത് പോയി പോട് അത് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് 386 മാത്രം. മറ്റേത് അനദർ ഡ്രൈവർ കൊണ്ടുപോയി ഓട്ടെ, നമുക്ക് വിധിച്ചല്ല. ഇന്നിപ്പോൾ നമ്മൾ എത്ര മണിക്കാണ് ഇറങ്ങിയ? 9 സംതിങ്ങിനാണ് ഇറങ്ങിയത്, 9:15. 1 മണിക്കൂർ 386. ഇന്ന് ഇന്ന് റാപ്പിഡോ ശരണം ഓൾ ഓർഡേഴ്സ് ഇന്ന് കിട്ടിയത് ഇതാണ്. ഈ 199 187 ഇതാണ് ഈ 2 ഓർഡേഴ്സ് കംപ്ലീറ്റഡ്. അതാണ് ഈ 386 കാണിക്കുന്നത്. യൂബറിൽ ഇന്ന് ഓട്ടോ ഒന്നുമില്ല. യൂബർ അടിച്ചു പോയി കേസ്, എന്താണെന്നറിയില്ല. ഇപ്പോൾ യൂബറിലൊരു ട്രിപ്പ് അടിച്ചിക്ക് 7 കിലോമീറ്റർ സെൻട്രൽ സ്ക്വയർ മാൾ അനിത. ഞാൻ സെൻട്രൽ സ്ക്വയർ മാൾ കഴിഞ്ഞിട്ട് മുന്നോട്ടെത്തി. അപ്പോൾ യൂബർ എപ്പോൾ ഇങ്ങനത്തെ ഓരോ പണിയാണ് തരാൻ. അതാണ് ആകെയുള്ളൊരു ഇടങ്ങാറ്. ഇനിയിപ്പോൾ ഇവിടുന്ന് യൂ ടേൺ അടിച്ചിട്ട് പോകുന്നതായിട്ടല്ല, എന്ത് ചെയ്യാനാ ഇപ്പോൾ, എന്താ പറയണ്ടേ. അവിടെ കുറേ നേരം നിന്നപ്പോൾ ആ ഓർഡർ വന്നാൽ പോരെ. അപ്പോൾ നമ്മൾ അനിതനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. 550 മിനിറ്റ്. ഇതിനിപ്പോൾ അങ്ങ് പോയിട്ട് അവിടുന്ന് യൂ ടേൺ അടിച്ച് വീണ്ടും വരണം. അതാ സീന്. എന്താ ചെയ്യുക, പോവാ, വേറെ ഓട്ടോ ഒന്നും ഇല്ലല്ലോ ഇന്ന്. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് 6.5 കിലോമീറ്റർ 161 കസ്റ്റമറായിട്ട് നിന്ന് വാങ്ങി. നമുക്ക് 153 കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് 153 കിട്ടിയാൽ 49 യൂബർ കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ ഇന്ന് 104 യൂബറും 386. അപ്പോൾ 490 ആയിട്ടുള്ളൂ. 9 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം 11 മണിയായി. ഇന്ന് ഓട്ടം കുറവുള്ള ദിവസം തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിപ്പോൾ മുളക് പാടം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള ഓട്ടം ട്രിപ്പ് കിട്ടുമോയെന്നറിയില്ല. ഇവിടുന്ന് ഇപ്പോൾ ഒരു 1-2 കിലോമീറ്റർ ഉണ്ട് പുറത്തേക്ക്. അപ്പോൾ രണ്ടും ഞാൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. യൂബർ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്, റാപ്പിഡോ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഏതിലെങ്കിലും ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ കഴിച്ചലാവും. എല്ലാന്നുണ്ട് 2 കിലോമീറ്റർ വെറുതെ പോവും. 2 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്റർ വെറുതെ പോയാലും കുഴപ്പമില്ല. നമുക്ക് പുറത്തെത്തിയിട്ടെങ്കിലും അടിച്ചാൽ മതി. ഏത് നമ്മളെ ഹൈക്കോട്ട് ഭാഗത്തേക്കോ എവിടെയിലേക്കോ. ഇതിപ്പോൾ ഈ ഒരു ഉള്ളിലേക്കുള്ള ഒരു റോഡാണ്. അപ്പോൾ ആ റോഡ്
എൻഡിലെത്തിയിട്ട് നമ്മൾ ഹൈവേയിലെത്തും. അപ്പോഴെങ്കിലും ഒരു ഓട്ടോ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഓർഡർ അടിക്കാണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടുന്ന് വെള്ളത്തടിക്കേണ്ടി വരും. ഇവിടുന്ന് പോകുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഡർ അടിച്ച് കിട്ടിയാൽ കഴിച്ചലാകും. സാധാരണ ഈ ടൈമിലൊക്കെ ഞാൻ ഈ ഏരിയയിലൊക്കെ ഞാൻ വരുത്ത് കുറവാണ്. ഇന്ന് ഇപ്പോൾ ഒരു കസ്റ്റമർ, ഒരു നായുണ്ട് വയ്യന്നെ വരുന്നുണ്ട്. പോയോ? ഞാൻ കാണിച്ചു തരാം. നായി നിങ്ങൾ കാണാൻ പോയി തോന്നുന്നു. അപ്പോൾ സാധാരണ ഇന്നിപ്പോൾ കസ്റ്റമർ അവിടുന്ന് ഒരു പടം കഴിഞ്ഞ് വരുന്നു, വന്നിട്ട് കസ്റ്റമർ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടിയ ട്രിപ്പാണ്. അത് യൂബറിൽ കിട്ടിയ ട്രിപ്പാണ്. സാധാരണ ഈ മുളകുപാട് ഏരിയയിലൊന്നും അങ്ങനെ വരുത്ത് കുറവാണ്. നമുക്കധികം കാക്കനാട്, ആലുവ അങ്ങോട്ട് ആ ഏരിയയിലല്ലേ കിട്ടാറ്. രണ്ടും ഇപ്പോൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇതുവരെ ഒന്നും അടിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നോക്കാം. പിന്നെ വേറൊരു ആശ്വാസമുള്ളത് CNG അടിച്ചത്, അത് ഒരു ഘട്ടം മാത്രമേ തീർന്നിട്ടുള്ളൂ. അത് ഓൾറെഡി നമ്മൾ ഇന്നലെ ഓടിയില്ല. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നലെ ചെറിയ 2 ട്രിപ്പ് എടുത്തിട്ട് നിർത്തിയല്ലേ. അപ്പോൾ അത് മാത്രമേ ഇന്നലെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ CNG 4 ഘട്ടമുണ്ട്. 5 ഘട്ടയിൽ കണ്ടോ, 5 ഘട്ടയിൽ ഇപ്പോൾ 4 ഘട്ടമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ റോഡ് എത്താറായി. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെമ്മറി ഫുള്ളായി ഐഫോണിൻ്റെ. അപ്പോൾ ഇതുവരെ ഓട്ടോ ഒന്നും കിട്ടിയില്ല. കസ്റ്റമർ ഇറക്കി നമ്മൾ ഹൈവേയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും മുകളിലോട്ടേക്ക് ഹൈക്കോർട്ട് ഭാഗത്തേക്ക് പോകാം. ഒരു മാച്ച് അടിഞ്ഞിട്ടുണ്ട്. 3 കിലോമീറ്റർ പിക്കപ്പ്. അതെന്തായാലും നമുക്ക് കിട്ടുമെന്നില്ല, പറയാൻ പറ്റില്ല. ചിലപ്പം കിട്ടും. കിട്ടിയാൽ പെടുവേനു ഭാഗ്യ. കാരണം 3 കിലോമീറ്റർ പിക്കപ്പിന് പോകണം. എന്നത് കാണുന്നുണ്ടോ? രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ല. കൊച്ചി കപ്പൽ. അപ്പോൾ നമ്മൾ ഈ പാലം കയറി എന്തായാലും ഇവിടെ നിന്ന് ഓർഡർ അടിക്കൂല. പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഓർഡർ ഉണ്ടെങ്കിൽ കിട്ടും. നമുക്ക് നോക്കി നോക്കാം. ഓർഡർ വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇത് ഇപ്പോൾ റൈറ്റിലേക്ക് പോയാൽ ഹൈക്കോർട്ട്, പിന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് പോയി നോക്കാം. ലെഫ്റ്റിൽ ക്യൂൻസ് വേ പാർക്കില്ല, അവിടെ ഓർഡർ ഒന്നും അടിക്കൂല. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കും, നോക്കാം. അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇങ്ങനെ സൈഡാക്കി ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ ഒരു സൈഡ് ഉണ്ട് ഇവിടെ ഞാൻ വരലോട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നല്ലേ ആ ഇരുട്ടത്ത്. അപ്പോൾ ഞാൻ ഈ ഡാഷ് വന്ന് ഫോണൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ അവരെ വീഡിയോ എടുക്കുന്നതാണ്. ഞാനത് ശ്രദ്ധിച്ചില്ല. അവിടെ ഇരുട്ടത്ത് ഇങ്ങനെ ആൾക്കാർ ഇരിക്കുമെന്ന് ഞാനറിയോ. അവിടെ 2 കപ്പിൾസ് ആയിരുന്നു. 2 കപ്പിൾസ് അല്ല, സോറി, 1 കപ്പിൾസ്. അപ്പോൾ പിന്നെ ആ മൂഡ് പോയി. ഞാൻ അവിടെ ഇറങ്ങിയില്ല. ഞാൻ എന്തേലും കഴിക്കാന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ ഈ ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ ആ ഇരുട്ടത്ത് ആരോ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് കണ്ടില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സൈഡാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ എന്തെങ്കിലും സ്പോട്ട് ഉണ്ടോ നോക്കാം. ആദ്യം ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഇപ്പോൾ അവിടെ ഒരു കട കാണുന്നുണ്ട്, തട്ട് കട എന്ന് പറഞ്ഞു. ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അത് യൂബർ ഓഫാക്കട്ടെ, റാപ്പിഡ് അടക്കട്ടെ. അടിയാണെങ്കിലും എടുക്കാമല്ലോ. യൂബർ അടിഞ്ഞെടുത്തില്ലെങ്കിൽ ചെറുണ്ട്. നമ്മൾ 2 പൊറോട്ടയും ബീഫ് സ്റ്റൂവും ബീഫ് കറിയും പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇതാണ് പൊറോട്ടയും ബീഫ് സ്റ്റൂവും ഒക്കെ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ബീഫും
പൊറോട്ട കറിയും നല്ല ടേസ്റ്റുണ്ട്. ബീഫ് പൊറോട്ട അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അന്നങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു മടി. വീഡിയോ എടുക്കുന്ന ഐറ്റം കണ്ട് ഏതാ ചാനൽ എത്ര സബ്സ്ക്രൈബറാണ് 4 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ് കോമഡി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും യൂബറൊക്കെ ഓണാക്കട്ടെ. നമ്മൾ യൂബർ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇന്നാകെ 104 രൂപ ഒട്ടിയിട്ടുള്ളല്ലേ. അപ്പോൾ 2 പൊറോട്ടയും ബീഫ് കറിയോ 130 രൂപ അവിടെ പോയി. റാപ്പിഡോ 386 104 300 486 490 അതിന് 100 ഫുഡ് പോയി. പോട്ടെ, നമുക്കിനി അടുത്ത ഓർഡർ അടിക്കാൻ നോക്കാം. നമ്മൾ 9 മണിക്ക് വന്നിട്ട് 10-11 വരെ നിന്ന് ഇതുവരെ രക്ഷയുണ്ടായിക്കില്ല. ചെറിയ ഓർഡറൊക്കെ കിട്ടിയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ലാസ്റ്റ് ഇറക്കിയ ആ ട്രിപ്പ് അതൊരു പ്രഗ്നൻ്റ് ലേഡിയാണ്. അപ്പോൾ ആ കസ്റ്റമർ നല്ല നല്ല സംസാരിച്ചുകൊണ്ടാണ് പോയത്. പക്ഷെ പതിയെ പോകണം, കുയിലിറക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം സ്ലോയിലും പതിയെ പോയത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇനി മാറി നിൽക്കാം. ഇവിടുന്ന് എന്തായാലും അടിയില്ല. പിന്നെ എയർപോർട്ടിൽ ഒരു ദിവസം പോയി നിൽക്കണമെന്നുണ്ട്. അവിടെ എയർപോർട്ടിലെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളവിടെ ക്യൂ ഉണ്ടാവും. അത്രയും യൂബർ ഡ്രൈവർമാരെ ക്യൂ നമ്മുടെ ഈ ആപ്പിൽ തന്നെ കാണിക്കൂ. ഇതല്ലല്ലോ യൂബറിൻ്റെ ആപ്പിൽ കാണിക്കും യു ആർ ഇൻ ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോഴാണ് യൂബർ ഓൺലൈൻ ആക്കിയിട്ടാ. അത് മറന്നു നോക്കി. അതാ രണ്ടും കൂടെ നടക്കൂല, വീഡിയോ എടുക്കലും. അപ്പോൾ എയർപോർട്ടിൻ്റെ കേസ് പറഞ്ഞു തരാൻ ഇതിൽ നോക്കുമ്പം കാണില്ല, എല്ലാത്തപ്പം കാണും. ഞാൻ നോക്കട്ടെ. എയർപോർട്ടിൻ്റെ കേസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂബർ എടുത്തത്. പക്ഷേ എനിക്ക് ഇതിൽ അതൊന്ന് എവിടെയോ ഉണ്ടായിരുന്നു. സാധാരണ എയർപോർട്ടിൻ്റെ ഏണിംഗ് ട്രെൻഡ്സിലാണോ ഇതല്ല, അത് എവിടെയാണ് ഇടയ്ക്ക് നോക്കുമ്പോൾ കാണാമായിരുന്നു. ഇപ്പം പോയോ എന്തോന്നറിയില്ല. ഇവിടെ ഏതൊരു എയർപോർട്ടിൽ എത്ര കാറ് കിടക്കുന്നുണ്ട് ഒക്കെ ഒരു ദിവസം അവിടെ പോയി നിൽക്കണം നമുക്ക്. എന്തായാലും ഞാൻ പിന്നീട് എടുക്കുമ്പോൾ കാണിച്ചാൽ ഇതിൽ കാണുന്നില്ല. അവിടെ അങ്ങനെ ഒരു ക്യൂ സിസ്റ്റമാണ്. ഇത് നമ്മുടെ ആപ്പിൽ തന്നെ കാണിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല, അതിൽ ആപ്പിൽ തന്നെ കാണിക്കും ഇങ്ങനെ എത്ര കാറുണ്ട്, 30 to 45. അപ്പോൾ അവിടുന്ന് ഒരു ട്രിപ്പ് കിട്ടിയാൽ ചിലപ്പോൾ നല്ലൊരു ട്രിപ്പ് കിട്ടും. എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന ട്രിപ്പ് നല്ലൊരു ട്രിപ്പായിരിക്കും. അവിടെ എന്നേലും ഒരു ദിവസം നമുക്ക് അവിടെ പോയി നിൽക്കാം. ഇപ്പോൾ കാലിയടിച്ച് ഇപ്പോൾ എയർപോർട്ട് വരെ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കാണിക്കാൻ വയ്യ. ആദ്യം നമുക്ക് ട്രിപ്പ് വേണം. ഒരു 2 മണി വരെ നമുക്ക് ഓടി നോക്കാം. ഞാൻ ഓഫ് ചെയ്ത് പോകാമെന്നാണ് കരുതിയത്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് 400 കിട്ടിയാൽ ഫുഡ് കഴിച്ച് 100 പോയി, പിന്നെ 300 പിന്നെ ഇങ്ങനെ AC ഇട്ടിരുന്നാലും അതും വേറെ പോകും കേട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ യൂബർ ഓടാനൊന്നും വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു പാർട്ട് ടൈം ആയിട്ട് ഓടുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഏണിങ്സ് എല്ലാം സത്യസന്ധമായിട്ട്, അതിലൊരു എഡിറ്റിങ്ങോ ഇതോ ഇല്ല. ഇപ്പോൾ പല AI അതുകൊണ്ടല്ലോ. എനിക്ക് കിട്ടുന്ന ഏണിങ്സൊക്കെ കറക്റ്റാണ്. അത് ഞാൻ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. ഇന്നിപ്പോൾ 104 കിട്ടിക്കുള്ളൂ. ഇന്നലെ കിട്ടിയത് 244. അതേപോലെ കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ് 8200. അത് നമ്മളെ ഓട്ടം കാണാം, 27 മണിക്കൂർ കഴിഞ്ഞ ആഴ്ച ഓടിയ. അതെല്ലാം കൂടെയാണ്. ഒരു ദിവസം മാത്രം ഇതിൽ കണ്ട ഓരോ ദിവസത്തെ ഓട്ടം നമുക്കിങ്ങനെ കാണും. ഇതാ ശനിയാഴ്ച, ഞായറാഴ്ച മാത്രം എടുത്തു കഴിഞ്ഞാൽ ഞായറാഴ്ച കാണിക്കും. ഇപ്പോൾ ഇത് 6-ാം തീയതി 1 മണിക്കൂർ 1:48 411. 5-ാം തീയതി 2116 5 മണിക്കൂർ ഓടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഓരോ ദിവസം ഓടുന്ന 463, അത് 2 മണിക്കൂർ ഓടിയിട്ട് എനിക്ക് മതി നിർത്തണം എന്ന് തോന്നുമ്പോൾ ഞാൻ നിർത്തും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു പാർട്ട് ടൈം പോലെ. അപ്പം ചൊവ്വാഴ്ച 2006 8 മണിക്കൂർ ഓടി. ചൊവ്വാഴ്ച എന്താ ദിവസം രാവിലെ മുതൽ ഓടിയിട്ടുണ്ടാവും അറിയില്ല. 8 മണിക്കൂർ ഓൺലൈനിൽ കാണിക്കുന്നുണ്ടോ? മറ്റേത് 2 മണിക്കൂർ 728.
അതൊക്കെ 5 ട്രിപ്പ് അങ്ങനെയൊക്കെയാണ്. എല്ലാത്തിലും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കാണിക്കും. എത്ര ട്രിപ്പ് എടുത്ത് നമ്മൾ 1 മണിക്കൂർ 3 ട്രിപ്പ് എടുത്ത് 463. അതേപോലെ തന്നെ 1:48 2 ട്രിപ്പ് എടുത്ത് എല്ലാം ഇതിൽ തന്നെ കാണിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ പാർട്ട് ടൈം ഓടിയിട്ട് കിട്ടുന്ന, ഫുൾ ടൈം ഓടിയിട്ട് എല്ലാവർക്കും എത്ര കിട്ടുന്നുണ്ട്, എങ്ങനെയാണ്, ലാഭമാണോ നഷ്ടമാണോ, പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഊബർ ഓടണമെന്നുണ്ട്, ഓടാൻ വരട്ടെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു. തൃശ്ശൂർ കോഴിക്കോട് നിന്നൊക്കെ കണ്ണൂരിൽ നിന്നൊക്കെ വന്നായിരുന്നു യൂബർ ഓടാൻ വരട്ടെ. അപ്പോൾ എൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ യൂബർ ഓടാൻ വരാനോ വരാതിരിക്കാനോ ഒന്നും ശ്രമിക്കണം. നിങ്ങൾ വേറൊരു ഇതും കൂടെ, എനിക്കുള്ള ട്രിപ്പ് ഞാൻ ഓടുന്നത് ഞാൻ ഇത് കാണിച്ചു തരുന്നത്, എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. യൂബർ ഓടാൻ താല്പര്യമുള്ള ആൾക്കാർ ആദ്യം ചാടിക്കേറി വണ്ടിയൊന്നും എടുത്ത് വരാതിരിക്കുക. ഇവിടെ വന്നിട്ട് വണ്ടി റെൻറ്റിനോ എങ്ങനെ 1 മാസം അങ്ങനെ റെൻറ്റിന് എടുത്ത് ഓടി നോക്കിയിട്ട് ഓക്കെയാണ്, എത്ര മെച്ചമുണ്ട്, കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓക്കെ വണ്ടി എടുത്ത്. എല്ലാം ഇപ്പോൾ നാട്ടിലുള്ള ടാക്സിക്കാരാണെങ്കിൽ അവരിവിടെ വന്നിട്ട് നോക്കിക്കോ, അത് കുഴപ്പമില്ല. സോ അവരത്തെ വണ്ടി സ്വന്തം വണ്ടിയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോകാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കഥ പറഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ടൈമും പോന്ന് AC ഇട്ടിരുന്നിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് എവിടെയെങ്കിലും പോയി നോക്കാം. ഇവിടെയൊക്കെ കണ്ട ടാക്സി വണ്ടി. നമുക്ക് എന്തായാലും എടപ്പള്ളി ആ സൈഡായിരിക്കും ഈ നേരത്തൊക്കെ ഓട്ടം ഉണ്ടാവുള്ളൂ. അങ്ങോട്ട് എവിടെയെങ്കിലും പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മുളകുപാട് ആ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ട്രിപ്പ് നമുക്ക്, അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പ് ഇപ്പോൾ കലൂരിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി. അത് എടപ്പള്ളി ഭാഗത്തേക്കാണ്, 16 കിലോമീറ്റർ. ഇപ്പോൾ യൂബറിൽ നമുക്ക് 360 യൂബറിൽ ഏണിങ്സ് ആയി. പിന്നെ റാപ്പിഡോയിൽ നമുക്ക് ഇന്നത്തെ ഏണിങ്സ് പോയോ, റാപ്പിഡോയിൽ നമുക്ക് ഏണിങ്സ് 386 കേട്ടോ റാപ്പിഡോയിൽ. ഇതിപ്പോൾ 12 മണി കഴിഞ്ഞുകൊണ്ട് ഇപ്പുറം 0 ഏണിങ്സാണ് കാണിക്കാൻ. അപ്പോൾ ഇന്നലത്തേലാണ് കൂട്ടാൻ 12:21 ആയല്ലോ. റാപ്പിഡോയിൽ 386, യൂബറിൽ നമുക്ക് 360. അപ്പോൾ